CSI മധ്യകേരള ഇടവകയുടെ തിരുവല്ല, ഇലന്തൂർ, കുമ്പളാംപൊയ്ക ഉൾപ്പെടുന്ന വൈദിക ജില്ലയുടെ രൂപതാദിന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വളരെയേറെ സന്തോഷകരമാണ്, അനുഗ്രഹപരമാണ്. 1879 ഈ മധ്യകേരള ഇടവക രൂപം കൊണ്ടത്. സത്യത്തിൽ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയെടുത്തത് CSI മിഷണറിമാരാണ്. 207 വർഷങ്ങൾക്കപ്പുറത്താണ് കോട്ടയം CMS കോളേജ് എന്ന് പറയുന്ന ആ മഹാവിദ്യാലയത്തിന് തുടക്കം കുറിച്ചത്. അതിനു മുമ്പ് തന്നെ CSI മിഷണറിമാർ കടന്നു വരികയും മലയാളിക്ക് അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുകയും അറിവിൻ്റെ ലോകത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോവുകയും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ അവന് പകർന്നു കൊടുക്കുകയും ചെയ്തത് CSI മിഷണറിമാരാണ്. ബെഞ്ചമിൻ ബെയ്ലിയാണ് ആദ്യത്തെ അച്ചടി ഗ്രന്ഥം ഈ കൊച്ചു കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. പിന്നീട് എത്രയോ വർഷങ്ങൾക്കപ്പുറം ശേഷമാണ് കേരളത്തിലെ വിവിധങ്ങളായ ക്രൈസ്തവ മതവിഭാഗങ്ങൾ, അതിനുശേഷം NSS, SNDS, MES ഒക്കെ പോലുള്ള പ്രസ്ഥാനങ്ങൾ, അതൊക്കെ വളരെ അടുത്ത കാലഘട്ടങ്ങളിലാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നു. അപ്പോൾ CSI മിഷണറിമാർ കേരളത്തിൽ നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും എല്ലാം അടിത്തറ. കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പഠിക്കാനുള്ള അവസരം കേരളത്തിൽ സാർവത്രികമാക്കിയത് ഈ ക്രൈസ്തവ സമൂഹമാണ്. പാവപ്പെട്ട ദളിതർക്കോ പിന്നോക്ക വിഭാഗങ്ങൾക്കോ അമ്പലത്തിൽ പോകാനോ ഈശ്വരനെ തൊഴാൻ പോലും അർഹതയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സരസ്വതി ക്ഷേത്രം, ആ ക്ഷേത്രം മലർക്കെ തുറന്നിട്ട് ജാതി ഏതെന്ന് മതമേതെന്ന് നോക്കാതെ, അവർണനെന്നോ സവർണനെന്നോ നോക്കാതെ അവരെയെല്ലാം അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവരെ ജീവിതത്തിന് അടിത്തറ പാകിയത് ഈ മഹാപ്രസ്ഥാനമാണ്. കേരളത്തിൽ പഠിച്ചവർക്ക് കേരളത്തിൽ തൊഴിലവസരങ്ങൾ പരിമിതമായിരുന്നു. അവർ കേരളം വിട്ട് ആദ്യം ഇന്ത്യയുടെ വിവിധ മേഖലകളിലേക്ക് പോയി. ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ നഗരങ്ങളിലും കാണുന്ന ലക്ഷക്കണക്കായ മലയാളികളുടെ സാന്നിധ്യം ഈ കേരളത്തിൽ അറിവ് നേടി കേരളത്തിന് പുറത്തേക്ക് തൊഴിൽ നേടി കടന്നു പോയവരാണ്. പിന്നീടാണ് വിദേശത്തേക്കുള്ള കുടിയേറ്റം ആരംഭിച്ചത്. ഇന്ന് ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കൻ ഐക്യ നാടുകളിലും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ കാണുന്ന വലിയ മലയാളി സാന്നിധ്യം, അതെല്ലാം അടിത്തറ പാകിയത് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ കേരളമെന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തേക്ക് പ്രവാസികളായ മലയാളികൾ അയച്ച, ബാങ്കിലൂടെ അയച്ച നിക്ഷേപം എന്ന് പറയുന്നത് 1,16,000 കോടി രൂപയാണ്. ബാങ്കിങ് അവലോകന യോഗത്തിൽ ആ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് പങ്കെടുക്കുമ്പോൾ ആ വിവരങ്ങൾ കിട്ടും. 1,16,000 കോടി രൂപയാണ് കേരളത്തിലേക്ക് പ്രവാസികൾ ബാങ്കിലൂടെ അയച്ചത്. കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റിൻ്റെ 3 ഇരട്ടിയാണ് പ്രവാസികൾ അയച്ച ഈ തുക. അപ്പോൾ കേരളം എങ്ങനെ നിലനിന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ ഉദാഹരണം കേരളത്തിന് നൽകാൻ കഴിഞ്ഞ അറിവിൻ്റെ അടിത്തറയാണ് എന്നുള്ളതാണ്. ഇന്ന് ലോകം മുഴുവൻ കടന്നു ചെന്നിരിക്കുന്ന, ലോകം മുഴുവൻ പടർന്നു വന്നിരിക്കുന്ന ഒരു വിശ്വസമൂഹമായി ഇന്ന് ക്രൈസ്തവ സമൂഹം മാറിയെങ്കിൽ അതിൻ്റെ എല്ലാം അടിത്തറ CSI മിഷണറിമാർ കൊണ്ടുവന്ന ഈ അടിത്തറയാണ്
അറിവിൻ്റെ അടിത്തറയാണ്, വിജ്ഞാനത്തിൻ്റെ അടിത്തറയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറേയേറെ നവോത്ഥാന നായകരുടെ പേരുകൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കേരള നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടിയതാണ്. അതിലൂടെയാണ് തുല്യത കൈവന്നത്, അതിലൂടെയാണ് അറിവുണ്ടായത്, അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജീവിതം കെട്ടിപ്പടുത്തത്, അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ലോകം മുഴുവൻ കടന്നു പോകാനും ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അംബാസഡർമാരായി മാറി ഈ കൊച്ചു കേരളത്തെക്കുറിച്ച്, ഈ രാജ്യത്തെക്കുറിച്ച് ലോകമെമ്പാടും വലിയ ആദരവ് നേടിയെടുക്കാനും കഴിഞ്ഞത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥ കേരള നവോത്ഥാനത്തിൻ്റെ നായകസ്ഥാനത്ത് പ്രതീക്ഷിക്കേണ്ടത് കേരളത്തിന് അക്ഷരങ്ങളെ പരിചയപ്പെടുത്തിയ, അറിവിൻ്റെ ഭൂമിയിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തിയ ഈ മിഷണറിമാരെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ ഈ യാഥാർത്ഥ്യം കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ചുമതല ഗവൺമെൻറ്റിനാണ്. പക്ഷേ ഞാൻ കടന്നു വരുന്ന ഈ കേരളം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി കൊടുക്കുന്ന ചുമതല ഏറ്റെടുത്തത് ക്രൈസ്തവ മിഷണറിമാരാണ്, ക്രൈസ്തവ സമൂഹമാണ്. അവരേറ്റെടുത്ത വലിയ ദൗത്യമാണ് ഇന്ന് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം അഭിമാനത്തോടെ എല്ലാ മേഖലയിലും മികവോടെ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നതിൻ്റെ അടിത്തറ എന്ന് പാർലമെൻറ്റിൽ പറയാനുള്ള അവസരമുണ്ടായി എന്നുള്ളതും ഞാനിവിടെ ഓർക്കുകയാണ്. ഇന്ന് CSI സഭ ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി തലയുയർത്തി പിടിച്ച് നിൽക്കുകയാണ്. മതേതരത്വം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ചേർത്ത് നിർത്താനും ഈ നാടിൻ്റെ മഹത്തരമായ സംസ്കാരവും പാരമ്പര്യവും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മതേതര സംസ്കാരത്തിൻ്റെ കാവലാളായി CSI സമൂഹം എന്നും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ആർക്കും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേരളം നന്ദിയോടെ സ്മരിക്കേണ്ടത്, കേരളം ആരുടെയെങ്കിൽ മുന്നിൽ തലകുലിച്ച് നിൽക്കേണ്ടതുണ്ടെങ്കിൽ അഭിമാനത്തോടെ തലകുലിച്ച് നിൽക്കേണ്ടത് CSI സഭയുടെയും അവരുടെ ആദ്യകാല മിഷണറിമാരുടെയും മുന്നിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇന്ന് 1879 ആരംഭിച്ച ഈ രൂപതയുടെ 3 വൈദിക ജില്ലകളുടെ സംഗമം നടക്കുമ്പോൾ ഈ സംഗമവേദിയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അഭിമാനത്തോടു കൂടി തലയുയർത്തിപ്പിടിച്ച് നിൽക്കാം. കാരണം ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാക്കൾ തങ്ങളുടെ പിതാമഹന്മാരായിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം അഭിമാനത്തോടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലാണ് നിൽക്കുന്നത് എന്നുള്ള ആ വലിയ അഭിമാനബോധം നമ്മളെ എല്ലാവരെയും സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അഭിമാനം നിറഞ്ഞു തുളുമ്പുന്ന ഈ വേദിയിൽ നിൽക്കാൻ നമുക്ക് എത്രയോ അഭിമാനമുണ്ട്. കേരളത്തിന് ഒരു രാഷ്ട്രപതിയെ കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രപതിക്ക് പഠിക്കാൻ അവസരം കൊടുത്ത കോളേജ് കോട്ടയം CMS കോളേജാണ്. അദ്ദേഹം രാഷ്ട്രപതിയായിരിക്കുമ്പോൾ കോട്ടയം IMCയുടെ ഒരു ചടങ്ങിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ CMS കോളേജിൽ നിന്ന് ചെരിപ്പെടാത്ത കാലുമായി പട്ടിണി നിറഞ്ഞ വയറുമായി നടന്ന് ഈ കെട്ടിടത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ അസൂയയോടെ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കും. കാരണം സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ കുട്ടികൾ ഫീസ് കൊടുത്ത് താമസിക്കുന്ന ഇടമാണ്. ഇന്ന് ആ ജൂബിലി ആഘോഷത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതുപോലൊരു സ്ഥാപനം അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവസരം നൽകിയില്ലായിരുന്നെങ്കിൽ KR നാരായണൻ എന്ന് പറയുന്ന പ്രതിഭ അദ്ദേഹം ഇന്ത്യയുടെ അംബാസഡറാകുമായിരുന്നോ, ഉപരാഷ്ട്രപതിയാകുമായിരുന്നോ, രാഷ്ട്രപതിയാകുമായിരുന്നോ എന്നുള്ള സംശയം നമ്മുടെ മനസ്സിലുണ്ട്. ലോകത്തെമ്പാടും പോയി ജീവിത വിജയം കേടിയ 10,000-കണക്കിന് ആളുകളുടെ സുദീർഘമായ സേവനം നടത്തിയ 10,000-കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അവർ ഉള്ളിലേക്ക് ചുഴിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഈ അവസരം നൽകിയ ഈ മഹാപ്രസ്ഥാനത്തെ വിസ്മരിച്ചുകൊണ്ട് അവർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന്
ആ സംഭാവനകൾ വിസ്മരിക്കാനും ഇന്നീ രാജ്യമൊട്ടാകെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും കീഴ്പ്പെടുത്താനുമൊക്കെയുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ രാജ്യത്ത് അരങ്ങേറുന്ന ക്രൈസ്തവ പീഡനം എത്രയോ വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു ദൃശ്യമാധ്യമങ്ങളും ഒരു പത്രമാധ്യമങ്ങളും ഇന്ന് ആ വാർത്തകൾ കൊടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. ആ വാർത്തകൾ കൊടുത്താൽ അവരുടെ ഓഫീസിലേക്ക് പിറ്റേ ദിവസം ഇരച്ചെത്തുന്നത് 10 12 ഏജൻസികളാണ്. ആ സ്ഥാപനം പൂട്ടിക്കെട്ടിയിട്ടല്ലാതെ അവർ തിരിച്ചു പോവില്ല. ഇന്ന് ഡൽഹിയിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം, പാർലമെൻറ്റിൽ 2023 ജാനുവരി മാസത്തിൽ ഈ വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു വർഷം 2028 ആക്രമണങ്ങളാണ് പള്ളികൾക്ക് നേരെ, സ്കൂളുകൾക്ക് നേരെ, സ്ഥാപനങ്ങൾക്ക് നേരെ, പുരോഹിതർക്ക് നേരെ ഈ രാജ്യത്തുണ്ടായത്. അതിനുശേഷമാണ് മാർച്ച് മാസത്തിൽ മണിപ്പൂരിലെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ 840 പരം ദേവാലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. യഥാർത്ഥ കണക്കുകൾ ഇന്നും പുറത്തു വരുന്നില്ല. അവിടെ ആ മണിപ്പൂരിൻ്റെ നഗര ഹൃദയത്തിലുള്ള വലിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കത്തീഡ്രൽ ദേവാലയം നിരവധിയായ ഗ്യാസ് സിലിണ്ടറുകൾ തുടർന്നിട്ട് 4 ദിവസം തുടർച്ചയായി കത്തിച്ചിട്ടാണ് ആ കത്തീഡ്രൽ ദേവാലയം പോലും കത്തിത്തീർന്നത്. ഇന്ന് ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ജാതിയോ മതമോ ഭാഷയോ സംസ്കാരമോ ദളിതനെന്നോ അവർണനെന്നോ നോക്കാതെ അവരെയെല്ലാം അറിവ് നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന മഹത്തായ പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരു വിഭാഗത്തെ തെരഞ്ഞു പിടിച്ചാക്രമിക്കുന്ന നിഷ്ഠൂരമായ ക്രൂരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം എന്നൊരു ജാമ്യമില്ലാത്ത വകുപ്പിൽ ഒരു കേസെടുത്തിട്ട് കണ്ണിൽ കാണുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ്. കർണാടകത്തിൽ ഇതേ നിയമം ഉണ്ടായിരുന്നു. കർണാടക സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെന്നപ്പോൾ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഇത്തവണ തീരുമാനമെടുക്കണം. ഈ നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിലായിരിക്കും. എല്ലാവരും ആ തീരുമാനം കൈക്കൊണ്ടു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ആ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ റദ്ദ് ചെയ്ത് ആയിരക്കണക്കിന് ആളുകളാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആരൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും തമസ്കരിക്കാൻ ശ്രമിച്ചാലും ചവിട്ടിയരച്ചാലും ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്ത് നൽകിയ സംഭാവനകൾ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന പുരോഗതിയുടെ അടിത്തറ, വിദ്യാഭ്യാസ അടിത്തറ പകർന്നു നൽകിയത് ഈ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ എതിർപക്ഷത്തുനിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നിങ്ങൾ 2-2.5% സമൂഹം 30% ഈ രാജ്യത്തെ സ്ഥാപനങ്ങൾ നിങ്ങളാണ് കൈയാളുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് അഭിമാനമാണ്. പക്ഷേ ആ സ്ഥാപനങ്ങൾ വഴിയാണ് നിങ്ങൾ ഓരോരുത്തരും അറിവ് നേടി ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് വിസ്മരിക്കരുത് എന്നവിടെ പറയേണ്ടി വന്നു. ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യങ്ങൾ എന്തായാലും നമ്മുടെ ചരിത്രത്തോട്, നമ്മുടെ പാരമ്പര്യത്തോട്, നമ്മൾ നടന്നു വന്ന വഴികളോട്, ആ വഴികൾ നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങളോട്, നമ്മൾ നടത്തിയ സംഭാവനകളോട്, നമ്മൾ സമൂഹത്തിന് പകർന്നു കൊടുത്ത സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ മഹത്തരമായ ആ വെളിച്ചം ഒരിക്കലും അണഞ്ഞു പോവില്ല. അത് ജ്വലിച്ച് തന്നെ നിൽക്കും. ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും കൂടുതൽ വർദ്ധിത ശോഭയോടുകൂടി ഈ CSI സഭയും അതിൻ്റെ മിഷണറിമാരും നൽകിയ സേവനം ഈ രാജ്യം ഉയർത്തിപ്പിടിക്കേണ്ടി വരും. കൂടുതൽ ശോഭയോടെ ഉയർത്തിപ്പിടിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.